മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ ബ്ലസ്സിയുടെ മകൻ അദിത് വിവാഹിതനായി. സിനിമ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് നടന്ന വിവാഹത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ കവർന്നത് നടി മീര ജാസ്മിന്റെ സാന്നിധ്യമാണ്. ഏറെക്കാലത്തിന് ശേഷം മലയാള സിനിമയിലെ പ്രിയ നടി മീര ജാസ്മിനും തന്നെ സിനിമയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഗുരുതുല്യനായ ബ്ലസ്സിയും ഒന്നിച്ചെത്തിയ നിമിഷങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. എറണാകുളത്ത് ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ തരുൺ മൂർത്തി ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുമാണ് മീര എത്തിയത്. ലളിതവും എന്നാൽ സുന്ദരവുമായ ലുക്കിലെത്തിയ മീരയെ ബ്ലസ് സ്വീകരിക്കുന്ന വീഡിയോകൾ ഇപ്പോൾ വൈറലാണ്. മീരയെ കൂടാതെ നടൻ ദിലീപ്, സംവിധായകരായ വിനയൻ, ജോണി ആന്റണി തുടങ്ങി സിനിമയിലെ ഒട്ടേറെ പ്രമുഖരും ആദിത്യന് ആശംസകൾ നേരാൻ എത്തിയിരുന്നു. ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചിത്രത്തിലേക്ക് ഒരു നായികയെ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്ലസ്സി മീരയുടെ പേര് നിർദ്ദേശിക്കുന്നത്. ആ നിർദ്ദേശമാണ് മീര ജാസ്മിൻ എന്ന അഭിനയ പ്രതിഭയെ മലയാളത്തിൽ ലഭിക്കാൻ കാരണമായത്. തന്റെ സിനിമയിലെ ഗുരു ലോഹിതദാസ് ആണെങ്കിലും തന്നെ സിനിമയിലേക്ക് വഴിതിരിച്ചുവിട്ടത് ബ്ലസ്സിയാണെന്ന് മീര പലപ്പോഴും നന്ദിയോടെ സ്മരിക്കാറുണ്ട്. പിന്നീട് 2008 ബ്ലസ്സി സംവിധാനം ചെയ്ത കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി മീര തിളങ്ങുകയും ചെയ്തു. തിരുവല്ലയിലെ ഒരു ഡെന്റിസ്റ്റ് ക്ലിനിക്കിൽ വെച്ച് മീരയെയും സഹോദരിയെയും കണ്ടതിനെക്കുറിച്ച് ബ്ലസ്സി ഒരിക്കൽ പറഞ്ഞതിങ്ങനെ: മീരയെ കണ്ടെത്തിയതിനെക്കുറിച്ച് പറഞ്ഞാൽ, തിരുവല്ലയിൽ ഞങ്ങളൊരു പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്. പള്ളിയിൽ വെച്ച് ഞാൻ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ തിരുവല്ല ടൗണിലുള്ള ഒരു ഡെന്റിസ്റ്റിനെ കാണാൻ പോയപ്പോഴാണ് ജാസ്മിനും അവരുടെ ചേച്ചിയും അവിടെ നിൽക്കുന്നത് കണ്ടത്. അവിടെ കുറെ ആൾക്കാരുണ്ട്, ഞാനും വൈഫുമുണ്ട്. ഞങ്ങൾ മാറി നിൽക്കുകയാണ്. നല്ല പിള്ളേർ അല്ലേ, ഇതുപോലുള്ള കുട്ടികൾ വേണം സിനിമയിൽ വരാൻ എന്ന് ഞാൻ വൈഫിനോട് പറഞ്ഞു. പിന്നീടാണ് ഞാൻ ഒരു ചെറിയ പരസ്യചിത്രം ചെയ്യുന്നത്. അന്ന് മീരയുടെ സിസ്റ്റർ മകൾ അതിൽ കൊച്ചുകുട്ടിയായിട്ട് ഉണ്ടായിരുന്നു. പിന്നീട് ഈ കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നറിഞ്ഞ് ഞാൻ ജാസ്മിനെ വിളിച്ചു. കാവേരിയും നിശാന്ത് സാഗറുമാണ് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അതിന്റെ പിന്നിലെ ഒരു പാസിംഗ് ഷോട്ടിനായിട്ടാണ് ജാസ്മിനെ വിളിച്ചത്. ഒരു പാസിംഗ് ഷോട്ടാണ് അവർ ആദ്യമായി ചെയ്യുന്നത്. അതിനുശേഷം KTDFCയുടെ ഒരു പരസ്യം ഞാൻ ഊട്ടിയിൽ വെച്ച് ചെയ്തു. അതിൽ ഒരു മുഖ്യ ക്യാരക്ടറായി ജാസ്മിനെ വിളിച്ചു. പല സ്വീക്വൻസുകളായി അവർ അത് ചെയ്തു. അന്നാണ് സൈക്കിൾ ഓടിക്കാനൊക്കെ അവർ പഠിക്കുന്നത്. അതിനുശേഷമാണ് ലോഹിയേട്ടൻ സൂത്രധാരനിലേക്ക് ഒരു കുട്ടിയെ ആവശ്യമുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ മീരയെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു.